ചോറ് പോരി. ഇനിയിപ്പോ ഒന്നും നടക്കൂല. ഞാൻ കുളിച്ചിട്ട് വന്നിട്ട് എടുത്തു തരാം. എണ്ണയും തേച്ചുകൊണ്ട് എന്റെ രമണി ചേച്ചിയുടെ ഒരു കുളിയുണ്ട്. എന്റെ സുഖേ, അതൊരു കല തന്നടാ. ഇപ്പൊ കുളിയുമില്ല, തേവാരവുമില്ല. കുളം മൊത്തം പായലും കയറി നാറി നാറ്റം പിടിച്ചു കിടക്കും. അതെങ്ങനെ ഇപ്പൊ എല്ലാവരും അവൻ്റെ വീടുകളിൽ ഓരോ കുളിമുറി വെച്ചിരിക്കുകയല്ലേ. വച്ചതേ വച്ച് യവന്മാരൊരു 3x3 ഒരു ജനലൂടെ വെച്ചുകൂടി. കാറ്റും വെളിച്ചവും കയറി അവർക്ക് കുളിച്ചൂടെ. ചേച്ചികൾ ഇതിനെല്ലാത്തിനും കാരണം ഈ നൈറ്റിയാണ്. ഇത് വന്നതോടുകൂടി അമ്മച്ചിമാർ വരെ നൈറ്റിക്കകത്ത് കയറിയിരിക്കും. പക്ഷേ എൻ്റെ രമണി ചേച്ചി ട്രഡീഷണൽ വിട്ട് കളിച്ചിട്ടേയില്ല. എന്നും ആ പഴയ ബ്ലൗസ്. എടാ, എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്തിനെന്ന് നിനക്കറിയാമോ? എന്താണ്? ഒരു ദിവസം എൻ്റെ രമണി ചേച്ചി എന്തിനാ? അതിനെന്ന് വെച്ചാ അത് തന്നെ എങ്ങനെയെങ്കിലും ഒന്ന് സെറ്റാക്കിട്ടാ. എങ്ങനെയെങ്കിലും ഒരു വഴി പറഞ്ഞാടാ. സെറ്റാക്കിയതാ. എൻ്റെ തലയിലായാലും കുഴപ്പമില്ല, ഞാൻ ചുമക്കും, ഒന്നുപോലെ കൊണ്ട് നടക്കും. ആ എന്തിയെ വിധിയില്ല. അതിനൊരു വഴിയുണ്ട്. എന്ത് വഴി? നിങ്ങൾ വിശ്വസിക്കുമെന്ന് അറിഞ്ഞൂടാ, ചുട്ട വാങ്കോഴി വരെ പറപ്പിക്കും. ചാത്തൻ സേവ, തങ്കപ്പൻ സ്വാമി. രമണി ചേച്ചിക്ക് വേണ്ടിട്ട് ഞാൻ എന്ത് വിശ്വസിക്കും? എത്ര രൂപ വേണേലും ചിലവാ. എങ്കിൽ ചാത്തൻ തങ്കപ്പൻ സ്വാമി. വശീകരണമാണല്ലേ? വശീകരിക്കാം. ചാത്തന്മാരെ ശരിയാക്കി തരാം. ഇങ്ങനെ ശരിയാക്കി തരാന്ന് പറഞ്ഞുകൊണ്ടിരിക്കാതെ എന്തെങ്കിലും ഒന്ന് ശരിയാക്കി താ സ്വാമി. എന്താ കക്ഷിയുടെ പേര്? രമണി. രായിൽ മണിയുള്ളവൾ രമണി. ബോധിരിക്കണോ? വഴിയുണ്ട്. രാത്രിയിൽ ഉറങ്ങുമ്പോൾ രമണിയെ മനസ്സിൽ ധ്യാനിച്ച് ഉറങ്ങണം. അത് മാത്രമേ ഉള്ളൂ സ്വാമി ചിന്ത. ധ്യാനിച്ചുകൊണ്ടാണ് കിടക്കണത്. അത് മാത്രം പോലെ കയ്യിൽ ഒരു മണി കെട്ടണം.
ആരാടാ അവിടെ കിടന്ന് പമ്മണത്? ആ ചേച്ചി, ഞാൻ തന്നെ ഷൈജു. ആ ഷൈജുവാ. എന്താടാ അവിടെ കിടന്ന് പമ്മണത്? വീട്ടിൽ അവിടെ ആരുമില്ല, ഇങ്ങി വാ. ആ ചേച്ചി ഇവിടെ ഇരിക്കായിരുന്നാ? എന്തടേ ഒരു ചുറ്റിക്കളി? ഇന്ന് പണിയൊന്നും ഇല്ലായിരുന്നാ? ഓ ജോലിയൊന്നും ഇല്ല ചേച്ചി, പിന്നെ കുറച്ച് ദിവസമായി ജോലിക്ക് വീട്ട്. പിന്നെ അണ്ണൻ ജോലിക്കൊക്കെ പോയ? ഓ ഇന്ന് തന്നെ പോയത്. കുറെ ദിവസം പണികളൊന്നും ഇല്ലായിരുന്നു, ഇന്ന് പോയിരിക്കണ്. തന്നെ? ഓ ഓ പിന്നെ ചേച്ചി തുണി നനയ്ക്കാനാ? ഓ തുണി നനയ്ക്കണ്. ചേച്ചി ഇപ്പം ഇവിടെ കുളിക്കൊക്കെ ഒന്നും ഇല്ലേ ചേച്ചി? അയ്യേ, ഈ വൃത്തികെട്ട സ്ഥലത്തിലാ ഇവിടെ കുളിച്ചാ ചൊറിയ വരുവോടാ. പഞ്ചായത്തുകാരുടെ അടുത്ത് പറഞ്ഞിട്ട് നന്നാക്കണമില്ല. ദുഷ്ടന്മാര്. അപ്പോഴേ ചേച്ചി ഇപ്പൊ എവിടെ കുളിക്കുന്നത്? ബാത്റൂമില്. എടാ നിന്റെ അണ്ണ നല്ലൊരു ബാത്റൂം പണിഞ്ഞു തന്നു. ചൂട് വെള്ളമുണ്ട്, ഷവറുണ്ട്, എന്തൊരു സെറ്റപ്പ്. പിന്നെയല്ലേ ഈ വേസ്റ്റ് വെള്ളത്തിൽ വന്ന് കുളിക്കണത്. പണ്ടൊക്കെ ഇവിടെ എന്തിനായിരുന്നല്ലേ ചേച്ചി, എത്ര പേരുണ്ടായിരുന്നു കുളിക്കാൻ. നിറയെ കുറ്റിക്കാടും. അതൊരു കാലം. പിന്നെ എന്തടാ വിശേഷിച്ച്? കുറെ ദിവസം കൊണ്ട് ഇവിടെ കാണക്കൊന്നും ഇല്ലല്ലോ. ഓ വരക്കൊന്നും ഇല്ല ചേച്ചി, വന്നിട്ട് വലിയ കാര്യമൊന്നും ഇല്ലല്ലോ. പിന്നെ ഇപ്പൊ വന്നത് ചെറിയൊരു വിശേഷമുണ്ട്, ചേച്ചിയെ കാണാൻ വേണ്ടി തന്നെ. എന്തൊരു വിശേഷോടാ ഇന്ന്? എന്തൊരു വിശേഷം ഒന്ന് ചേച്ചി ഒന്ന് ഊഹിച്ചു നോക്ക്. എന്തൊരു ഊഹിക്കാൻ? ചിണുങ്ങാതൊന്നും ആ കാര്യം പറയടാ. എന്തോ വിശേഷം എന്ന് പറ. അങ്ങോട്ട് പറയട്ടാ? പറ. ഇന്നേ എന്റെ ഹാപ്പി ബർത്ത്ഡേ ആണ്. എനിക്കിന്ന് 35 വയസ്സായി. നിന്റെ ഹാപ്പി ബർത്ത്ഡേ ആയിരുന്നാ ഇന്ന്? ഓ ഇന്നേ ചെലവൊന്നും ഇല്ലേ? ചെലവൊക്കെ ഉണ്ട്, ചെറിയ രീതിയിൽ, നമുക്ക് വേണ്ടപ്പെട്ടവർക്ക് മാത്രം. അതുകൊണ്ടേ ഞാൻ ചേച്ചിക്കൊരു സാധനം കൊണ്ടുവന്നിട്ടുണ്ട്. അതെ, രമണിക്ക് എന്താണ് കഴിക്കാൻ ഏറ്റവും ഇഷ്ടപ്പെട്ട ആഹാരം? നീ അങ്ങോട്ട് പറയണ, എനിക്ക് ജോലി കിടക്കണ്. എ ചിക്കൻ ബിരിയാണി, ബി മസാല ദോശ, സി ഇതൊന്നുമല്ല. ചേച്ചിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സാധനമാണ്. എന്തൊരാലോചിക്കാൻ? പറ അങ്ങോട്ട്. പഴം. പഴം. ചേച്ചിക്ക് ഇഷ്ടപ്പെട്ട പഴം, ഒന്നാം തരം കപ്പപ്പഴം. ഇനി കൊണ്ടുവാ. ചേച്ചി ഇപ്പൊ തന്നെ കഴിക്കാം. ഇപ്പം കഴിക്കില്ല, വീട്ടിൽ പോയി കഴിക്കാം. എന്ത് ചേച്ചി ഇപ്പൊ കഴിക്കി? ഇപ്പൊ വേണ്ടടാ, ഇപ്പൊ ഞാൻ പഴങ്കഞ്ഞിയൊക്കെ കുടിച്ച് വയറ് വീത്തിരിക്കണേ ഉള്ളൂ. ഞാൻ വീട്ടിൽ പോയിട്ട് കഴിക്കാം. കഴിക്കണേ? കഴിക്കാടാ. സത്യം ചെയ്. മുടിപ്പരി അമ്മച്ചിയാണ് സത്യം. ഞാൻ ഇത് വീട്ടിൽ കൊണ്ടുവച്ച് കഴിക്കും. ഈ പഴം അവളെ സ്നേഹം കൊണ്ട് മൂടി കഴിപ്പിക്കണം. ഷൈജു അല്ലേ? ആ അതെ, രമണി ചേച്ചി അല്ലേ? ഡാ, വീട്ടിൽ ഇവിടെ ആരുമില്ല, അണ്ണനൊക്കെ പണിക്ക് പോയി. നീ പൊന്നിങ്ങോട്ട് വരൂ. വന്നാ ഒരു കളി കളിക്കാം. എന്റെ പൊന്ന് സ്വാമി, പഴയ രമണി ചേച്ചി. രമണി ചേച്ചി, നീ ഇത്ര പെട്ടെന്ന് വന്നാടാ? ഷൈജു അല്ലേ? ഇനി നല്ല വിശപ്പന്നേ, ചോറ് പോര്. അത്ര വിശപ്പാണെങ്കിലേ അവിടെ ഒരു പഴം ഇരിപ്പുണ്ട്, അതെടുത്ത് കഴിക്കും. ഈ പഴം അവളെ സ്നേഹം കൊണ്ട് മൂടി കഴിപ്പിക്കണം. ഇത് കഴിച്ചു കഴിഞ്ഞാൽ അവൾ ഒരു കല്ലിനെ പോലെ കാമോട്ടിയായി നിന്റെ പുറകെ കാണും. വീട്ടിൽ ആരുമില്ല, അണ്ണനൊക്കെ പണിക്ക് പോയി.
ഒരു കളി കളിക്കാം. ഇജ്ജ് വാ മുത്തേ. കഴുതയെ പോലെ